വി ഡി സതീശൻ സർക്കാർ എന്ന് പറയുന്നതിനോട് തന്നെ എനിക്ക് യോജിപ്പില്ല. വി ഡി സതീശൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നാൽ ദാറ്റ്സ് റൈറ്റ്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സർക്കാർ ശരിക്കും പറഞ്ഞ പിണറായി വിജയൻ തന്നെയാണ്. അതായത് ഇടതുപക്ഷത്തിന്റെ സർക്കാർ തന്നെയാണ്. കാരണം നമുക്ക് നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. മുഖ്യമന്ത്രി സതീശൻ തന്നെ, അതിന് യാതൊരു അഭിപ്രായ വ്യത്യാസവും നമുക്ക് ആർക്കും ഇല്ല, പൊതുജനത്തിനും ഇല്ല, അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാവില്ല. പക്ഷെ ഭരിക്കുന്നത് ഇപ്പോഴും പിണറായി വിജയൻ സർക്കാർ തന്നെ. അതിന്റെ കാരണം എന്താണെന്ന് സാറിന്, ഇപ്പോ ഈ സർക്കാർ 2026 മെയ് 18 അധികാരമേറ്റ സർക്കാരാണ് സതീശന്റെ സർക്കാർ. വി ഡി സതീശൻ സർക്കാർ 18-ാം തീയതി അധികാരമേറ്റിട്ട് ഈ നിമിഷം വരെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരാളെ പോലും മാറ്റിയിട്ടില്ല. ആ വെച്ചിട്ടുള്ള ആളുകൾ മൊത്തം എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയന്റെ ഇഷ്ടപുത്രന്മാരാണ് എല്ലാവരും. അതായത് ജയതിലകായിക്കോട്ടെ, ജയതിലക ഈ സർക്കാർ സാധാരണ കാര്യം അറിയോ, ഇടതുപക്ഷ സർക്കാരിന് 3ാം ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിൽ കാട്ടിക്കൂട്ടാവുന്ന എല്ലാ തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടിയ ഒരാളാണ് ഈ ജയതിലക എന്ന് പറയുന്നത് പരസ്യമായിട്ട്. ആ ജയതിലകനെ മാറ്റാൻ ഇന്ന് വി ഡി സതീശന് കഴിഞ്ഞില്ല. അതേപോലെ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ ഇപ്പോഴത്തെ MLA ആയ ആലപ്പുഴ MLA AD തോമസിനെ അതിനിഷ്ഠൂരമായിട്ട് ക്രൂരമായി മർദ്ദിച്ച് തല തല്ലിപ്പൊളിച്ച് കൊല്ലാൻ ശ്രമിച്ച ആ ഗൺമാൻമാരെ നിയമിച്ച മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആളാണ് എം ആർ അജിത് കുമാർ പറയുന്ന ആള്. വിളിച്ച് തിരുത്തിച്ചത് മാത്രമല്ല, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അതെ, അന്തരീക്ഷത്തിൽ സത്യമാണ്, തെളിഞ്ഞ വിഷയമാണത്. എം ആർ അജിത് കുമാറിന്റെ വീടിന്റെ കാര്യമായിക്കോട്ടെ, ഫോറസ്റ്റിൽ ബന്ധപ്പെട്ട കാര്യം, അതല്ല അൻവർ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം സത്യസന്ധമാണ്. കാരണം അത് അൻവറിനോട് നമുക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുന്നു. കാരണം അതിൽ ഒരു നടപടിയോ ആ കേസ് അന്വേഷണം മുന്നോട്ട് പോവുകയോ ചെയ്തില്ല. 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് അൻവർ. ആ 3 കാര്യങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പൊ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് AD തോമസ്, നമുക്ക് മറ്റൊക്കെ വിട്ടേക്കാം, MLA, അതായത് കോൺഗ്രസിന്റേതായ ആലപ്പുഴ MLA. ആ MLA KS ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മറ്റേ ചെറുപ്പക്കാരനെയും കൂടി തല തല്ലി പൊളിച്ച് രക്തം വാർന്നൊഴുകി റോട്ടിൽ കിടന്ന കാഴ്ച, വീഡിയോ ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടതാ. എന്നിട്ട് ആ എം ആർ അജിത് കുമാറിനെ കുറിച്ച് ഒരു ചലനം പോലും സൃഷ്ടിക്കാൻ സതീശന് കഴിഞ്ഞില്ല. അത് ആര് വെച്ചതാ? പിണറായി സർക്കാർ വെച്ചതാ, പിണറായി വിജയൻ വെച്ചതാ. പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തരായ 2 പേരാണ് ഈ ജയതിലകും അതുപോലെ എം ആർ അജിത് കുമാറും. ഇവരെ 2 പേരെയും സ്ഥലം മാറ്റാനോ അവർക്ക് നടപടി എടുക്കാനോ സതീശ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സതീശന്റെ സർക്കാർ അല്ല പിണറായി സർക്കാരാണ് ഞാൻ മുന്നേ സൂചിപ്പിക്കാൻ കാരണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിൽ വന്നു. ആ ആദ്യത്തെ ദിവസം ക്യാബിനറ്റ് തീരുമാനമെടുത്തി എല്ലാവരെയും മാറ്റി. അതായത് പിയൂൺമാർ ഉൾപ്പെടെയുള്ള സകല ആളുകളെയും വിജയ് മാറ്റി. ഇനി പോട്ടെ, കർണാടകയില് DK ശിവകുമാർ അധികാരമേറ്റു. കോൺഗ്രസ് തന്നെ ഭരിച്ച സിദ്ധരാമയ്യ തന്നെ വെച്ച കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി വെച്ച സകലമാന ആൾക്കാർ DK ശിവകുമാർ മാറ്റി ആദ്യത്തെ ദിവസം തന്നെ. സതീശൻ ആ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന് ആദ്യത്തെ ദിവസം എടുക്കേണ്ട തീരുമാനമാണ് ആദ്യം ജയതിലകനെ മാറ്റുക, എം ആർ അജിത് കുമാർ മാറ്റുക, അന്വേഷണം പ്രഖ്യാപിക്കുക. ഇതൊന്നും ചെയ്തില്ല. അപ്പൊ പിന്നെ ആരാ ഭരിക്കുന്നത്? മുഖ്യമന്ത്രി സ്ഥാനത്ത് സതീശൻ ഇരിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ പിണറായിയാണെന്ന് പറയാൻ ചീഫ് സെക്രട്ടറി ആരെയാ? അദ്ദേഹമാണ് സംസ്ഥാനത്തിന്റെ ഭരണം മുന്നോട്ട് നയിക്കുന്ന ഒരാള്. അദ്ദേഹം ഇപ്പൊ സതീശനാണ് ചിന്തിക്കുന്നത്. ജയതിലക എന്തു പറയുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത് ഒരു പണിയായി മാറി സതീശന്റെ. കാരണം എന്താ പറയുക, ഇനി ആകെ ചുരുങ്ങിയ ദിവസങ്ങൾ ജയതിലക റിട്ടയർ ആവാനുള്ളൂ. 25 ദിവസങ്ങളൊക്കെ ബാക്കിയുള്ളൂ. ആ 25 ദിവസം അല്ലെങ്കിൽ ആയിക്കോട്ടെ അയാളെ അടിമപ്പണി ചെയ്യുന്ന ആളുകളാക്കി മാറ്റി ഉദ്യോഗസ്ഥന്മാരെ മൊത്തം അയാൾ അടിമപ്പണി ചെയ്യിപ്പിക്കട്ടെ എന്നാണോ സതീശൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ സതീശൻ ഇവർ 2 പേര് പേടിയുണ്ടോ? എന്റെ സംശയം ഈ പറയുന്ന ജയതിലകനെയോ എം ആർ അജിത് സതീശന് ഭയമുണ്ടോ? എന്തുകൊണ്ട് അവരെ മാറ്റാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ പിണറായി വിജയന്റെ നിർദ്ദേശമുണ്ടോ? അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ നിർദ്ദേശമുണ്ടോ മാറ്റരുതെന്ന്? അത് മാത്രമല്ലല്ലേ, AD തോമസിന്റെ കേസ് കോടതിയിൽ ചെന്നപ്പോൾ എന്താണ് കോടതി ചോദിച്ചത്? അവിടുത്തെ ജഡ്ജി ഹനിയം വർഗീസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ തെളിവുകൾ, ഈ ഡിജിറ്റൽ തെളിവുകൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത് പോലീസിന്റെ കൈവശമുണ്ടോ? പോലീസ് എടുത്തതാണോ? ഇത് പത്രക്കാരെടുത്തതാണ്? ആരെടുത്തതാണ്? ഇതെങ്ങനെ നമുക്ക് വിശ്വസനീയമായി ഒരു കൊലപാതക ശ്രമത്തിൽ എത്തിക്കാൻ കഴിയും? അപ്പൊ ഈ സാധനം വിശ്വസനീയമല്ല. എന്തുകൊണ്ടാണ് ഹനിയം വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി ഇത് പറയാനുള്ള കാരണം? അവർക്ക് കൊടുത്തത് ആരാണ്? ഇടതുപക്ഷം വെച്ചിട്ടുള്ള വക്കീലന്മാരാണ് അവിടെ. ആ കോടതിയിലേക്ക് ഇത് മുഴുവൻ പിണറായി വിജയൻ വെച്ചിട്ടുള്ള ആളുകളല്ല, കോൺഗ്രസ്സുകാർ വെച്ചിട്ടുള്ളതല്ല, അല്ലെങ്കിൽ UDF വെച്ചിട്ടുള്ളതല്ല. സർക്കാർ വക്കീലന്മാരെല്ലാവരും തന്നെ ഇടതുപക്ഷം വെച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർ കോൺഗ്രസിന് അനുകൂലമായൊരു നടപടി ഉണ്ടാവണം എന്ന് കരുതിക്കൊണ്ട് അവരെ റിപ്പോർട്ട് കൊടുക്കുമോ?
കൊടുത്തില്ല. വളരെ സത്യസന്ധമായി അവിടുത്തെ ഈ SIT അന്വേഷിച്ച് കൊണ്ടുകൊടുത്ത ആ സാധനത്തിനെ അവതരിപ്പിക്കുന്നതും അതിനനുകൂല നടപടി സ്വീകരിപ്പിക്കേണ്ടതും വക്കീലന്മാരല്ലേ? ആ വക്കീലന്മാർ ആരുടെയാ? സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ ഒരാളെ പോലും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ബോർഡുകള്, അക്കാദമികള്, ഇതിന്റെയൊക്കെ തലപ്പത്തും ഇപ്പോഴും ഇടതുപക്ഷം വെച്ച ആളുകൾ തന്നെയാണ് ഇപ്പോഴും വാഴുന്നത്. അതെ, അതല്ലെന്ന് ഞാൻ പറയുന്നത്. ഒരു സ്ഥലത്ത് പോലും ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെന്ന്. അതായത് ഞാൻ പറഞ്ഞല്ലോ, DK ശിവകുമാറിന്റെ വിജയുടെയും കാര്യം സൂചിപ്പിച്ചല്ലോ. ഈ സതീശൻ മുഖ്യമന്ത്രിയായി ആദ്യത്തെ ദിവസം ചെയ്യേണ്ട കാര്യമായിരുന്നു IAS ഉദ്യോഗസ്ഥന്മാരെ, അഡ്വക്കേറ്റന്മാരെ, സർക്കാർ അഡ്വക്കേറ്റന്മാരെ, പോലീസ് ഓഫീസർമാരെ, ഈവൻ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി വേണ്ട ഈ MR അജിത് കുമാറിന് ഒരു നിർബന്ധിത ലീവെങ്കിലും കൊടുക്കാമായിരുന്നില്ലേ? അദ്ദേഹമാണ് AD തോമസിന്റെ കേസ് അവിടെ തിരുത്തിച്ചതെന്നും ആ കേസിന് വേണ്ടി ആലപ്പുഴ DSPനെ 3 ദിവസം തിരുവനന്തപുരത്ത് താമസിപ്പിച്ച് ആ കുറ്റകൃത്യം ഇല്ല എന്ന്, ഉണ്ടായിരുന്ന കുറ്റകൃത്യത്തെ ഇല്ല എന്ന് മാറ്റി തീർത്തും ഈ MR അജിത് കുമാർ പരസ്യമായിട്ട് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥന്മാർ പോലും ആ ചങ്കുറ്റം കാണിച്ചു. അവര് ഇപ്രകാരം ഒരു മൊഴി കൊടുക്കുവാൻ SITക്ക്. അന്നേരം അവരുടെ ഭാവി പോലും ഇപ്പോൾ എന്താണെന്ന് ഓർത്തിരിക്കെ. അതെ, സതീശൻ ചിലപ്പോൾ അവരെ, ആ മൊഴി കൊടുത്തവരെ ചിലപ്പം അവർക്കെതിരെ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. കാരണം ഇപ്പൊ ഈ പത്രക്കാർ ഇന്നലെ സതീശനോട് ചോദിച്ചപ്പോൾ സതീശൻ എന്താ മറുപടി പറഞ്ഞാൽ MR അജിത് കുമാറിന്റെ കാര്യം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞെന്നറിയോ? ഈ AD തോമസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ സതീശനോട് ചോദിച്ചപ്പോൾ സതീശൻ പറയാ റിപ്പോർട്ട് വരട്ടേന്ന്. ഇയാൾ ആരാ റിപ്പോർട്ട് അന്വേഷിപ്പിക്കാനായിട്ട്? ജഡ്ജിയോ? ഇയാൾ ഭരണത്തിലിരിക്കുന്ന ആളല്ലേ, ഭരണകർത്താവല്ലേ, ഒന്നാമനല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയാ റിപ്പോർട്ട് പറയുന്നത്. എന്തിനാണ് റിപ്പോർട്ട് പറയാൻ കാത്തിരിക്കുന്നത്? ഡിജിറ്റൽ തെളിവുകൾ, നിരവധി തെളിവുകൾ നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ്. ഈ പോലീസുകാരുടെ മൊഴിയുണ്ട്, DSP ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴിയുണ്ട്. ഇത് MR അജിത് കുമാർ ചെയ്തെന്നുള്ള കാര്യം ഇവര് തന്നെ ഇതിനെതിരെ ശബ്ദിക്കുകയും അന്ന് ശബ്ദിച്ച ആ അൻവർ തന്നെ ഇന്ന് UDFന്റെ ഭാഗമാകുകയും ചെയ്ത ആ സാഹചര്യത്തിൽ അടിയന്തരമായി ഇത്രയും കൃത്യമായ ഒരു നടപടി എടുക്കുവാൻ അവസരം ഉണ്ടായിട്ടും ഇതിട്ട് ഇഴയ്ക്കുമ്പോൾ താങ്കൾ ആ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അല്ല, ഞാൻ ഇപ്പോഴും പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോഴും ഞാൻ അടിവരയിട്ട് പറയുന്നു, മുഖ്യമന്ത്രി സതീശനായാലും ഭരിക്കുന്നത് പിണറായി വിജയൻ തന്നെ, ഒരു തർക്കമില്ല. കാരണം പിണറായി വിജയൻ വെച്ചിട്ടുള്ള ആളുകൾ മാത്രമാണ് എല്ലാ ഇരിക്കുന്നവര്, എല്ലാ പാർട്ടും. നമ്മൾ നിരന്തരമായിട്ട് കഴിഞ്ഞ 20 ദിവസമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും മറ്റ് പൊതുവേദികളിലെല്ലാം ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഒരു മാറ്റം സതീശന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. അതാണ് നമുക്ക് ഏറ്റവും സങ്കടകരമെന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ പിണറായി വിജയന്റെ ഭരണമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും സംശയിക്കാനുള്ള കാരണം അതാണ്. ഒരു പക്ഷേ പിണറായി വിജയൻ സതീശന് വാണിംഗ് കൊടുത്തു കാണും, അല്ലെങ്കിൽ നിർദ്ദേശം കൊടുത്തു കാണും, തൽക്കാലം അവരെ മാറ്റണ്ട, അല്ല ആ റിട്ടയർമെന്റ് കാലാവധി വരെ അതിനെ വെച്ചോണ്ടിരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും ഈ UDF പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആ UDFന്റെ ആളുകളെയും കോൺഗ്രസ് നേതാക്കന്മാരെ ഉൾപ്പെടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പരസ്യമായി കോടതി സമ്മതിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നമ്മളൊക്കെ എടുത്ത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വോയിസ് അയച്ചിരുന്നു. മിഷൻ 60 എന്ന് പറയുന്ന ഒരു കാര്യം സുനിലിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നടത്തിയിരുന്ന കാര്യം, അതിനുശേഷം അത് 250 ദിവസമാക്കിയ കാര്യങ്ങളും, അത് ഞങ്ങൾ ഒറ്റ കാര്യം അന്ന് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കണമെന്ന് ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ട കാര്യം സത്യമാണെന്ന് കോടതി പറഞ്ഞില്ലേ രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനല്ലെന്ന്. അപ്പോ ഇത്രയും വലിയ വിഷയങ്ങളായിട്ടുള്ള ഇതിലെല്ലാം ഇടപെട്ടതും ഇതെല്ലാം ചെയ്തതും ഈ MR അജിത് കുമാറും ഈ ജയലളിതവുമാണെന്നുള്ള കാര്യം ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. എന്നിട്ട് അവർക്കെതിരെ നടപടിയെടുക്കാതെ ചങ്കൂറ്റല്ലെങ്കിൽ അത് വേണ്ട, അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്താൻ പോലും ഈ സതീശനെ കൊണ്ട് കഴിഞ്ഞില്ല. അല്ല, ഇതൊരു രാഷ്ട്രീയപരമായ ഒരു പ്രതികാര നടപടിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ പറ്റാവുന്ന ഏറ്റവും നല്ല അവസരം ഉണ്ടായിട്ടും ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുവാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ആ മാന്യത, രാഹുൽ കാണിച്ച ആ മാന്യത, തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി നിൽക്കാതെ കാണിച്ച ആ മര്യാദ കാണിച്ചിട്ടൊന്നും പോലും ഇത്രയും ദിവസമായിട്ട് പോലും തിരിച്ചെടുക്കാനുള്ള യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. അതുപോലെ നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ച് ഈ മിഷൻ ക്യാമ്പയിനിലൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഈ 1 മാസം തികയുന്നതിന് മുമ്പേ യാഥാർത്ഥ്യമാകുന്നതല്ലേ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ഇദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് ആയിരുന്നില്ല അന്ന് സതീശൻ. അദ്ദേഹം പിണറായി മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിട്ട് പോലും അദ്ദേഹം ആ ഒരു ഇതിൽ തന്നെ തുടരുകയാണ് എന്നത് ഇപ്പോൾ ഈ 1 മാസത്തിനുള്ളിൽ തന്നെ തെളിഞ്ഞില്ലേ? അതെ, അല്ല ഇനി ഇപ്പൊ സാറ് സൂചിപ്പിച്ച വിഷയത്തിൽ ഒരു കാര്യം കണ്ടിന്യൂസ് പറയാനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അത് ശരിയെന്ന് പറഞ്ഞു. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇത്രയും ഈ പാർട്ടിയെ നശിച്ച് നാറാണക്കല്ലിൽ തിരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് ജയലളിതയും MR അജിത് കുമാറും. ഇനി അവിടെ നിൽക്കട്ടെ, ഒരു ഡോക്ടർ B അശോക് അറിയില്ലേ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തി. എന്തിനു വേണ്ടി സസ്പെൻഡ് ചെയ്ത്? പിണറായി വിജയന് എതിരെ സംസാരിച്ചു, സർക്കാരിന്റെ നയങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞു സത്യസന്ധമായിട്ട്.
അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തില്ല. അവരെ ഏറ്റവും ആദ്യമേ തിരികെ എടുക്കേണ്ടുന്ന ആ 2 IAS ഓഫീസർ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ പ്രശാന്ത്, കളക്ടർ പ്രശാന്ത്, അയാളെ സസ്പെൻഡ്, അവസാനം സാവൻ മുഖ്യമന്ത്രി ആയിരിക്കും വീണ്ടും സസ്പെൻഡ് ചെയ്തു അയാളെ. മനസ്സിലാക്കണം നമ്മള്. ഈ മന്ത്രിസഭ കയറി ഈ UDF അധികാരത്തിൽ വരാൻ മുഖ്യ പങ്ക് വഹിച്ച 3 പേര് ആരൊക്കെയാണെന്നത് സോഷ്യൽ മീഡിയ വഴിക്ക്, ഒന്ന് B. അശോക്, ഒന്ന് പ്രശാന്ത് IAS, പിന്നൊന്ന് രാഹുൽ മാങ്കൂട്ടപ്പന്. ഇവര് 3 പേരും സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് കൂടിയിട്ടാണ് ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ സതീശൻ എഴുതിയിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ, ഒരു സംശയമില്ല. ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഇത് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള 3 വ്യക്തികൾ അവസാന നിമിഷം തെരഞ്ഞെടുപ്പിൽ പോലും B. അശോകും പ്രശാന്തും രാഹുലും കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യായിരുന്നു. താങ്കൾ പറഞ്ഞില്ലേ മത്സരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാന്യത. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്നും അകറ്റാനും UDF അധികാരത്തിൽ കൊണ്ടുവരാൻ അഹോരാത്ര സോഷ്യൽ മീഡിയ വഴി അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി പ്രവർത്തിച്ച ഒരാളാണ് ഈ രാഹുൽ മാങ്കൂട്ടൻ. വേറെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ചെയ്യോ സാർ? എങ്ങനെ വേറെ ഏതെങ്കിലും കോൺഗ്രസ്സുകാർ ചെയ്യോ? ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടും പാർട്ടിയുടെ പുറത്താക്കിയിട്ടും. വേറൊരു കാര്യം, അതായത് ഈ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള വടംവലി നടന്നപ്പോൾ തന്നെ പാർട്ടിയെ പിളർത്താനുള്ള ശ്രമം നമ്മൾ കണ്ടതാണ്. അത് മറന്നുപോകല്ലേ? പാർട്ടിയെ പിളർത്തി ഇത് ഇടതുപക്ഷം ആ പാർട്ടി പിളർത്താനുള്ള ശ്രമം വരെ നടത്തിയവരാണ് ഇരിക്കുന്നതെന്ന് മറക്കരുത്. എന്നിട്ടും ഇത്രയും ആക്രമണം ഉണ്ടായിട്ടും ഈ പാർട്ടിക്ക് വേണ്ടി ഒരു അക്ഷരം ഉരിയാടാതെ നിൽക്കുന്ന ഇവരെ ഈ IAS ഉദ്യോഗസ്ഥരെയും ഈ രാഹുലിനെയും അടക്കം ഇതുവരെ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പറഞ്ഞത് നമ്മൾ എന്ത് നന്ദികേടാണ് സാറേ ഈ സതീശൻ കാണിക്കുന്നത്. ആ രാഹുൽ മാങ്കൂട്ടത്തിനെയും B. അശോകനെയും പ്രശാന്തിനെയും ആരെ മറന്നാൽ, നമ്മുടെ കൂടപ്പറപ്പുകളെ മറന്നാൽ പോലും ഈ 3 വ്യക്തികളെ UDF സർക്കാരിന് മറക്കാൻ കഴിയില്ല. അവരെ ഉന്നത പൊസിഷനിൽ കൊണ്ടുവരുത്തി പ്രതികാരം ചെയ്യല്ലേ? അതായിരുന്നു കാണിക്കേണ്ടത്, അതായിരുന്നു ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ആരെ പേടിക്കുന്നു? ഞാൻ പറയാം, അതാണ് ഞാൻ പറഞ്ഞത്. ആ മന്ത്രിസഭ അധികാരമേറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ ക്യാബിനറ്റിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ ഒന്നായിരുന്നു B. അശോകനെയും അതുപോലെ തന്നെ പ്രശാന്തിനെയും തിരിച്ചെടുക്കല്. അതുപോലെ തന്നെ ഈ മറ്റേ ജയതിലകിനെയും MR അജിനെയും മാറ്റി നിർത്തേണ്ടത് ആദ്യത്തെ തീരുമാനമെടുക്കേണ്ട വിഷയമായിരുന്നു. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർക്ക് AD തോമസിന്റെ കേസ് കോടതിയിൽ ജഡ്ജി ഇതുപോലെ ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് സർക്കാർ വക്കീലന്മാരുടെ കഴിവുകേടാണ്. അവരെയും മാറ്റി നിയമിക്കുന്ന. കാരണം നമ്മുടെ MLA ആണ്, കോൺഗ്രസിന്റെ MLA ആണ്. ആ കേസിൽ കൃത്യമായ വിധി ഉണ്ടായിരിക്കണം. ഇപ്പൊ ആ വിഷയത്തിൽ സംഭവിക്കാൻ പോകുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി പ്രൊമോഷൻ, ചിലപ്പോൾ ഒരു ഉന്നത സ്ഥാനക്കയറ്റം നൽകുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ 2 ദിവസത്തിനുള്ളിൽ വരാൻ പോകുന്നത്. കണ്ടു? അതായത് ഇവരെന്തിനാണ് ഇത്ര ലാഗാക്കിക്കൊണ്ടിരിക്കണം അറിയില്ലേ? കാരണം കോടതിയിൽ സാധനം കൊടുക്കാൻ ലാഗാക്കി അവർക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി, മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മുൻകൂർ ജാമ്യം കിട്ടാന്നുള്ളത്. അപ്പൊ എന്താ ആത്മാർത്ഥമാണ് സതീശൻ ആ AD തോമസിനോടുള്ളത്, യൂത്ത് കോൺഗ്രസിനോടുള്ളത്, KS-നോടുള്ളത്? ഇത് വലിയ വർത്താനൊക്കെ പറയില്ലേ? അപ്പൊ ഈ സംഗതി ഈ യൂത്ത് കോൺഗ്രസിനെ കുറിച്ചും AD തോമസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ KS-നെ കുറിച്ചൊക്കെ ഭാവോടെ സംസാരിച്ച് സതീശന്റെ ആർജം എവിടെ പോയി? അല്ല, അതുപോലെ തൃശ്ശൂരിലെ ലോകമർദ്ദനം, ഇദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് സദ്യ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ്, അന്ന് ഓർക്കണം ആ ദൃശ്യങ്ങൾ ചാനലിലൂടെ വന്നത്. സ്റ്റേഷൻ കസ്റ്റോഡിയൽ മർദ്ദനം നടത്തിയതിനെതിരെ സംസ്ഥാനം ഞെട്ടുന്ന രീതിയിൽ നടത്തുന്നതൊന്നും ഇപ്പോൾ ഇതാ ഭരണം കിട്ടിയിരിക്കുകയാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ആ വിഷയം ഇവര് എന്തുകൊണ്ട് ടേക്കപ്പ് ചെയ്യുന്നില്ല? ആ വിഷയത്തിനെ കുറിച്ച് ഒരു അന്വേഷണമോ അത്തരത്തിലുള്ള ആ ലോകമർദ്ദനം നടത്തിയ പോലീസുകാരെ സസ്പെൻഷനിലേക്ക് പോലും, അറ്റ്ലീസ്റ്റ് ഒരു സസ്പെൻഷനിൽ കൊടുക്കാൻ പറ്റാവുന്ന ഒരു നിലയിലേക്ക് പോലും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ആത്മാർത്ഥത ആരോട്? നമ്മൾ വളരെ കൃത്യമായി അടിവരയിട്ട് ഞാൻ പറയുന്ന തുടക്കത്തിലെ പറയുന്ന കാര്യം തന്നെ ഞാൻ അടിവരയിട്ട് പറയുന്നു. ഇവിടെ ഭരണം മാറിയിട്ടില്ല. മുഖ്യമന്ത്രി സതീശനാണെങ്കിലും ഭരണം മാറിയിട്ടില്ല. ഇതെല്ലാം പിണറായി വിജയൻ വെച്ച ആളുകളാണ്. A to Z എല്ലായിടത്തും ഇരിക്കുന്നത്, എല്ലാ സ്ഥലത്തും ഇരിക്കുന്നത് പിണറായി വിജയൻ വെച്ച ആളുകളാണ്. അല്ലാതെ ഈ കോൺഗ്രസ്സുകാർ വെച്ചതോ സതീശൻ വെച്ചതോ ഒരാൾ പോലും ഇല്ല. നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ അതിന്റെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, പിണറായി വിജയൻ വെച്ച ആളുകൾ എന്ന് പറയുമ്പോൾ പിണറായി വിജയനെ നിയന്ത്രിക്കുന്ന ആ മാഫിയകൾ തന്നെയാണ് VD സതീശനെ ആ കസേരയിലേക്ക് കൊണ്ടുവന്നത്. അവരാണ് ഈ കാര്യങ്ങൾ ഭരിക്കുന്നത് എന്നുള്ള ഒരു ശകലം കൂടെ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. കറക്റ്റ്. ഇതിന് ഇനി ഉണ്ടാവാൻ പോകുന്ന കാര്യം ഇപ്പൊ എന്തായാലും ജയതിലേക്ക് ഒരു 10-21 ദിവസം കൂടെ സർവീസിലുള്ളൂ. ഇനി വരാൻ പോകുന്നതും ഇപ്പൊ ഈ പറയുന്ന AD തോമസിന്റെ വിഷയത്തിൽ ഞാൻ അടിവരയിട്ട് പറയുന്നു, അവർക്ക് താൽക്കാലികമായിട്ട് എന്തായാലും ജാമ്യം കൊടുക്കും. ജാമ്യം കിട്ടാനുള്ള എല്ലാ കളികളും സതീശനായിരുന്നു ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സതീശനായിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വക്കീലന്മാരെ അവിടെ വെച്ചുകൊണ്ട് ആ കേസ് അറ്റൻഡ് ചെയ്യണമായിരുന്നു. അത് ചെയ്തില്ല. കൃത്യമായി ജഡ്ജി ഇങ്ങനെ ഇടപെടൂ എന്നുള്ള കാര്യം എനിക്കൊരു തർക്കം ഉണ്ടായിരുന്നില്ല. കാരണം ആ ജഡ്ജിനെ എനിക്ക് നേരിട്ടറിയാം. എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഓരോ വിഷയങ്ങൾ ദിലീപ് അടക്കമുള്ള കേസുകളിൽ എടുത്ത നിലപാടുകൾ നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. അതെ,
അതെ അതെ, ദിലീപിന്റെ വിഷയങ്ങൾ നമുക്ക് വളരെ കൃത്യമായി Okay. അറിയാവുന്ന വിഷയമല്ലോ. ഓക്കെ ഓക്കെ ഇതിൽ ഒരു കാര്യമുണ്ട്, ഒരു അടിവരയിട്ട് ഞാൻ താങ്കളോട് സൂചിപ്പിക്കുന്നു, ഇദ്ദേഹം കോൺഗ്രസ്സുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുക, ഒരു സംശയവും വേണ്ട. ഇതിന്റെ ലാസ്റ്റ് വാദ, കോൺഗ്രസ്സുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.